പലതരം ഉദ്യോഗസ്ഥ തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പൊതുജനത്തെ കാഴ്ചക്കാരാക്കി തിരുവനന്തപുരം കുറ്റിച്ചലിൽ PWD ഉദ്യോഗസ്ഥർ നടത്തിയ തട്ടിപ്പ് കൂടി ഒന്ന് കാണണം. 1 രൂപയുടെ പണി ചെയ്യാത്ത റോഡിൽ പണി ചെയ്തെന്ന് കാണിച്ച് ഉദ്യോഗസ്ഥർ ബില്ല് മാറിയെടുത്തത് 42 ലക്ഷം രൂപയാണ്. അറ്റകുറ്റപ്പണി നടത്തിയെന്ന് ബോർഡ് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. ജനങ്ങളുടെ നികുതിപ്പണം കട്ടുമുടിക്കുന്ന പല അഴിമതി കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നടന്നു വരുന്ന വലിയൊരു അഴിമതി കഥയെക്കുറിച്ചാണ് പറയാനുള്ളത്. അതും അഴിമതിരഹിതമെന്ന് അവകാശപ്പെടുന്ന പൊതുമരാമത്ത് വകുപ്പിൽ. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളുടെ റീടാറിംഗ്, ഓട നിർമ്മാണം തുടങ്ങിയ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഓരോ റോഡിനും നിശ്ചിത ദൂരം കണക്കാക്കി റണ്ണിംഗ് കോൺട്രാക്ട് നൽകും. ഈ റണ്ണിംഗ് കോൺട്രാക്റ്റിലാണ് വൻ അഴിമതി നടക്കുന്നത്. തലസ്ഥാന ജില്ലയിലെ വിനോദസഞ്ചാര മേഖല കൂടിയായ കുറ്റിച്ചൽ തച്ചൻകോട് കോട്ടൂർ റോഡാണ് ഇത്. ആകെ നീളം 4.2 കിലോമീറ്റർ. 2023 മെയ് 25 മുതൽ 2024 മെയ് 24 വരെ അറ്റകുറ്റപ്പണി നടത്തിയെന്നാണ് PWD അവകാശവാദം. ഇത് സാധൂകരിക്കുന്ന ബോർഡും കുറ്റിച്ചലിൽ സ്ഥാപിച്ചു. വിവരാവകാശ രേഖ പ്രകാരം പാച്ച് വർക്കിനായി 29,68,976 രൂപയും അറ്റകുറ്റപ്പണിക്കായി 12,88,067 രൂപയും നൽകി. അതായത് ആകെ 42 ലക്ഷം രൂപ. എന്നാൽ ഈ കാലയളവിൽ കുറ്റിച്ചൽ തച്ചങ്കോട് കോട്ടൂർ റോഡിൽ 1 രൂപയുടെ പണി നടന്നിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ആൾക്കാരെ പറ്റിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ നടന്നിട്ടില്ല. ഈ ബോർഡ് ഈ അടുത്ത കാലത്താണ് വലിയൊരു തീവെട്ടിക്കൊള്ളിയാണ് നടന്നിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കുന്നത്. ഇത് ആൾക്കാർ ഒരു പറ്റിക്കലാണ്. ആ ബോർഡിൽ തന്നെ ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഒരു വിഡ്ഢികളായിക്കൊണ്ട് ഈ ഇവിടെ പരസ്യമായ ഒരു കൊള്ള. ഇവിടെ പണി ചെയ്യണത് ആ ഫണ്ട് മാറ്റിയെടുത്തിരിക്കുന്നു. ഇവിടെ വാഹനങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല, ജനങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല, പിന്നെ ബൈക്ക് ഓടിക്കാൻ നിവൃത്തിയില്ല, നടക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിൽ ഈ റോഡ് ഇങ്ങനെ ആയിരിക്കുന്നു. നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വളരെയേറെ ബുദ്ധിമുട്ടുന്നു. വിദേശികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഈ റോഡിൽ ആർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ. നമ്മൾ വിഡ്ഢികളാക്കുക, പൊതുജനങ്ങളെ കഴുതുകളാക്കുക എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇത് കാണുന്നത്. റണ്ണിംഗ് കോൺട്രാക്ട് പൂർത്തിയാകുന്ന തീയതിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻഫർമേഷൻ ബോർഡ് വെച്ച ജിയോ ടാഗ് ചെയ്ത് തെറ്റായ മെഷർമെന്റുകൾ രേഖപ്പെടുത്തി ബിൽ മാറിയെടുത്തുവെന്നാണ് പരാതി. പൊതുജനം കാഴ്ചക്കാരല്ല കാവൽക്കാരെന്ന് വലിയ അക്ഷരത്തിൽ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഇവിടെ പൊതുജനത്തെ കഴുതകളാക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. ക്യാമറമാൻ VS മനീഷിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ,